സാറേ അത് ആം, തീർച്ചയായിട്ടും അത് അങ്ങനെ അവര് ചിത്രീകരിക്കുന്നുണ്ടെങ്കിൽ പോലും SIR വന്നിട്ട് ആ, ആ, ഇവിടെ ഒരു ഏകദേശം 90 ലക്ഷത്തിൽ ഉപരി വോട്ട് സമ്പ്രദായ അവകാശമുള്ള വോട്ടേഴ്സിനെ അവര് അതിൽ നിന്ന് ഡിലീറ്റ് ചെയ്തിട്ടില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും ആൾക്കാർക്കിടയിൽ ഒരു പാനിക് ഉണ്ടായിട്ടുണ്ട്. ആ, ഈ ഇലക്ഷനിൽ വോട്ട് രേഖപ്പെടുത്തിയില്ലെങ്കിൽ അവര് നമ്മുടെ ഇന്ത്യൻ പൗരന്മാരിൽ നിന്ന് വേർതിരിക്കപ്പെടും എന്നുള്ള ഒരു പ്രതിനിധി ഇറക്കി പറഞ്ഞതുകൊണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ചിത്രീകരിച്ചതുകൊണ്ട് വെളിയിലുള്ള എല്ലാ ബംഗാളികളും, അതായത് കേരളത്തിന് വെളിയിൽ ഉള്ള എല്ലാ ബംഗാളികളും ബംഗാളിലേക്ക് കടന്നു വന്ന് അവരുടെ വോട്ട് രേഖപ്പെടുത്തുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ടാണ് 91-92% ഈ ഒരു പ്രത്യേക SIRന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു വർഷം ഈ ഒരു ആദ്യത്തെ ഫേസിൽ, അതായത് 294 152 സീറ്റിലേക്കാണ് ഇന്നലെ പോളിംഗ് നടന്നത്. സോ എന്റെ ഒരു ഊഹം, അതായത് നമ്മുടെ ഈ ബംഗാളിലുള്ള എല്ലാ വ്യക്തികളും ബംഗാളിൽ വന്ന് അവർക്കുള്ള വോട്ടവകാശം രേഖപ്പെടുത്തുന്നു. അത് ഇനി ഇങ്ങനെ നടന്നില്ലെങ്കിൽ ഈ വർഷത്തെ SIRന് ശേഷം ആദ്യത്തെ വോട്ടാണ്. അത് രേഖപ്പെടുത്തിയേ മതിയാകൂ എന്നൊരു ഒരു പ്രതിനിധിയാണ്, അതിന്റെ ഒരു ധ്വനിയാണ്. അത് കാരണമാണ് വോട്ടിംഗ് ശതമാനം കൂടാൻ കാരണം. റൈറ്റ്. അപ്പോൾ ഈ 90% പോയത് ഒരു തരത്തിലുള്ള ഭരണവിരുദ്ധ വികാരവുമല്ല എന്നാണ് നിങ്ങൾ പറയുന്നത്. അപ്പോൾ തുടർച്ചയായി ഭരിക്കുമ്പോൾ ഈ മമതയ്ക്കെതിരെ ഒരു ഭരണവിരുദ്ധ വികാരം ഉണ്ടാവില്ലേ? തീർച്ചയായിട്ടും സാറേ, ഞാന് ഇവിടെ 30 വർഷമായിട്ട്, കഴിഞ്ഞ 3 പതിറ്റാണ്ടുകളായിട്ട് ഇവിടെ ജോലി ചെയ്ത് ജീവിക്കുന്ന ഒരു മലയാളിയാണ്. അപ്പം എന്റെ കാഴ്ചപ്പാടില് ഞാൻ 1994 ഞാൻ ഇവിടെ വന്നത്. ആദ്യത്തെ ഒരു 15 വർഷം ലെഫ്റ്റ് ഫ്രണ്ട് ആയിരുന്നു. 10 വർഷത്തോളം സഖാവ് ജ്യോതിബാസു, അതിനുശേഷം സഖാവ് ബുദ്ധദേവ് ഭട്ടാചാര്യ. 2008 TMC രൂപീകരിക്കപ്പെടുന്നത്. അതിനുശേഷം TMC NDAയിൽ അലയൻസ് ആയിരുന്നു. 2011 ഒരു പരിവർത്തനം എന്നുള്ള ഒരു മുദ്രാവാക്യമായിട്ട് മാനുഷ് മാറ്റി എന്ന് പറഞ്ഞ ഒരു മുദ്രാവാക്യത്തില് ലെഫ്റ്റ് ഫ്രണ്ടിനെ നിന്നും നമ്മുടെ TMC മമതാ ബാനർജി അധികാരം ഏറ്റെടുക്കുന്നത്. അതിനുശേഷം 3 തവണ മമതാ ബാനർജി CM ആയിട്ട് തെരഞ്ഞെടുത്തത്. ഭരണവിരുദ്ധ വികാരം വരാൻ സാധ്യത കുറവാണ്. കാരണം ആവശ്യം പോലെ ഡെവലപ്മെന്റ്സ്, പുതിയ പദ്ധതികൾ സ്ത്രീകൾക്കായിട്ട്, സാക്ഷരശാസ്ത്രി, അതുപോലെ അടിസ്ഥാന സൗകര്യങ്ങൾ, അതുപോലെ സ്കൂളിലെ കുട്ടികൾക്ക് സൈക്കിളുകൾ, അതുപോലെ കന്യാസ്ത്രീ എന്ന് പറയുന്ന ഒരു പദ്ധതിയില് കുട്ടികൾക്ക്, വിദ്യാർത്ഥിനികൾക്ക് അവർക്ക് പഠന സൗകര്യം, അതുപോലെ അവരുടെ വിവാഹ വയസ്സ് ഉയർത്തുക, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ, അത് നഗരവികസനം, അതുപോലെ ഹെൽത്ത് കെയർ, ഇതെല്ലാം അത് വളരെ ഭംഗിയായിട്ട് ഈ 15 വർഷത്തിൽ ചെയ്യാൻ സാധിച്ചുവെന്ന് ഇവിടുത്തെ ഒരു മലയാളി, രാഷ്ട്രീയത്തില് ഉപരി ഇവിടെ താമസിക്കുന്ന ഒരു മലയാളി എന്ന വ്യക്തിയുടെ കാഴ്ചപ്പാടിൽ എനിക്ക് പറയാൻ സാധിക്കും. ഭരണവിരുദ്ധ വികാരം ഉണ്ടാകാൻ സാധ്യത കുറവ്. കാരണം ഇവിടെ ഞാൻ താമസിക്കുമ്പോൾ മത സൗഹാർദ്ദം ഇത്രയുള്ള ഒരു സ്റ്റേറ്റ്, അതുപോലെ വളരെ പീസ്ഫുൾ ആയിട്ടാണ് നമുക്കിവിടെ താമസിക്കാൻ സാധിക്കുന്നത്. അതുപോലെ സ്ത്രീ സുരക്ഷയ്ക്ക് ഏറ്റവും അനുയോജ്യമായ ഒരു നഗരമാണ് ഇന്ന് നമ്മുടെ പശ്ചിമ ബംഗാൾ. സോ അങ്ങനെ നോക്കുമ്പോൾ ഭരണവിരുദ്ധ വികാരം ഉണ്ടാകാൻ സാധ്യതയില്ല. പിന്നെ രാഷ്ട്രീയമാണ്, അറിയില്ല അത്. പക്ഷെ ഭരണവിരുദ്ധ വികാരത്തിന് സാധ്യത വളരെ കുറവാണ്.